ഹായ് ഗൈസ്, ഇന്ന് ജൂൺ 21. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ വെക്കേഷൻ ടൈം. ബൈ ദ വേ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളെ വെക്കേഷൻ ഈ പറഞ്ഞ ഏപ്രിൽ മെയ് എന്നല്ല, ഞങ്ങൾക്ക് ജൂണിലാണ് വെക്കേഷൻ. ജസ്റ്റ് ഗെറ്റ് യു തിങ്സ്. അവളുടെ ബർത്ത്ഡേക്ക് എന്തായാലും നൗ ടോക്കിംഗ് അബൌട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വൃത്തിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു തലവേദന പിടിച്ച സാധനം. എനിക്കിതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അടിയാണ്. അവളൊന്ന് പറയും, ഞാനൊന്ന് പറയും, അവസാനം ഇത് അടിയും. ഇടയ്ക്കൊക്കെ വിചാരിക്കും, ഇവളേറ്റ് ഇനി മിണ്ടാനേ പോകരുതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്തിനാ അടി ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കാണാം രണ്ടും കൂടെ തോളിലൊക്കെ കൈയിട്ട് ക്യാൻറ്റീനിലൊക്കെ പോയി നല്ല ഷേക്കൊക്കെ കുടിച്ചിട്ട് വരുന്നു. സോ ഈ ബർത്ത്ഡേക്ക് വലിയ സർപ്രൈസസ് ഒന്നും സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓണസ്റ്റ്ലി പറഞ്ഞാൽ എത്ര അടി ഉണ്ടാക്കിയാലും ഇനി എത്രയൊക്കെ മൈൻഡ് ആക്കൂല എന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ അവൾ തന്നെ എനിക്ക് വേണം. എനിവേയ്സ്, ഇമോഷണൽ ടോക്സൊക്കെ നിർത്തിയിട്ട് ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കാം. കാരണം ബർത്ത്ഡേ ഗേളിനെ സന്തോഷിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ അടുത്ത അടി ഇതും പറഞ്ഞായിരിക്കും, എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതുകൊണ്ട് പക്ഷേ സത്യം പറഞ്ഞ ഗിഫ്റ്റ് എപ്പോഴാണ് അവളെ കയ്യിലെത്തുക എന്നുള്ളത് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കാം. അയ്യോ, അവതാരത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി, ഹിബ ഫാത്തിമ. സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഹിബ. വിത്ത് ലവ്, ഹാൻ.